ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അതിനെ വേവിച്ചെടുക്കണം ചിക്കന് നല്ലതായിട്ട്. അപ്പോൾ വളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് തുടങ്ങി. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അതിന് ശേഷം നമ്മൾ ഈ ചിക്കനിൽ നന്നായിട്ട് ഒരു 5 ഗാർലിക്കില്ലേ, അത് ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഫുൾ വറ്റിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആഡാക്കിയിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പാനിൽ വെച്ചിട്ടുണ്ട്, സ്പാച്ചില വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കന്. പിന്നെ ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, സെല്ല റൈസ്. അത് അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 95% നല്ലതായിട്ട് അരി വേവണം. ഇതിൽ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അരി വേവിക്കാനുള്ള ഉപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയതാണ്. അപ്പോൾ നല്ലതായിട്ട് അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഊടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതേ രീതിയിൽ തന്നെ നമ്മളൊരു പാന് വെച്ചിട്ട് അതിലോട്ട് ഞാനൊരു 3 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ മൊത്തം 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് 3 മുട്ട എടുത്ത ശേഷം ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ, കുരുമുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുന്നു. അതിലോട്ട് നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജിഞ്ചറും കൂടിയിട്ടാണ് ആഡ് ആക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്